ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന ഒരു എക്സാമിനേഷൻ എന്നത്തേക്കുണ്ടാകും എന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. അതായത് നമുക്കറിയാം, നിലനിൽക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് നിലവിലെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ എക്സാമിനേഷനുള്ള നോട്ടിഫിക്കേഷൻ വരികയും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് പഴയ വാലിഡിറ്റി ഉള്ള റാങ്ക് ലിസ്റ്റ് എന്ന് തീരുന്നോ അന്ന് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിയാണ് പിന്തുടരുന്നത്. ആ ഒരു രീതി പിന്തുടരുകയാണെങ്കിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എക്സാമിനേഷനും നമുക്ക് ഈ വർഷ അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇലക്ട്രോണിക്സ് മേഖലകളിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു തസ്തികയാണത്. അപ്പോൾ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനും എങ്ങനെ തയ്യാറെടുക്കണം എന്നും ഇത് എന്നത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് ഈ തസ്തികയുടെ പേര് എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ്, ടെലികമ്മ്യൂണിക്കേഷൻസിലേക്കാണ്. ആദ്യം തന്നെ ഓർത്തിരിക്കണം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആകാൻ വേണ്ടുന്ന എല്ലാവിധ ശാരീരിക ക്ഷമതകളും മറ്റ് പോലീസ് കോൺസ്റ്റബിളിന് തതുല്യമായിട്ട് തന്നെ നേടിയിരിക്കേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ നിയമനം വരുന്നത് ടെലികമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മേഖലയിലാണ് എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ എല്ലാ ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇത് അവസാനം വന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന വ്യവസ്ഥയിൽ ശമ്പളത്തിലൊക്കെ പുതിയ നോട്ടിഫിക്കേഷനിൽ വ്യത്യാസമുണ്ടാകും. ഈ ഒരു നോട്ടിഫിക്കേഷൻ 2021 വന്നതാണ്. 250/2021 എന്ന നമ്പറിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് പ്രകാരം പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻസ് എന്ന രീതിയിൽ പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു ഇതിന്റെ നിയമനം വരുന്നത്. പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻസ് എന്നാണ്. ഇതിന്റെ അന്നത്തെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 22,200 മുതൽ 48,000 വരെ ആയിരുന്നു. എന്നാൽ അന്ന് വേക്കൻസി ഒന്നുമില്ലാതെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ആയിരുന്നു. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ആയിരുന്നു. എന്നാൽ ഇതിന് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് സാധാരണ ഉള്ളതുപോലെ തന്നെ SSLC എക്സാമിനേഷൻ ഇക്വലന്റിനൊപ്പം തന്നെ NDC ഇൻ റേഡിയോ, ടെലിവിഷൻ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇക്വലന്റ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ റെസ്പെക്ട് ഓഫ് എക്സ് സർവീസ് പേഴ്സണൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരുന്നു ഇതിനു വേണ്ടി വെച്ചിരുന്നത്. അതായത് ഈ യോഗ്യതയുള്ളവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാമായിരുന്നു. ഇനിയും ഇതിന്റെ നിയമനത്തിലേക്ക് എത്തുമ്പോൾ ഒരു മാറ്റം നമുക്ക് കാണാനുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിലവിൽ വേക്കൻസികളൊന്നും ഇല്ലാതെ വന്നൊരു നോട്ടിഫിക്കേഷനിൽ അന്ന് കാറ്റഗറി നമ്പർ 250/2021 എന്ന് പറയുന്ന നമ്പറിൽ വന്ന ഈ ഒരു വേക്കൻസിയിൽ ഏതാണ്ട് 42ഓളം നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, യാതൊരുവിധ വേക്കൻസികളും റിപ്പോർട്ട് ചെയ്യാതെ 42ഓളം പേർക്ക് നിയമനങ്ങൾ നടന്നു ഇതിനോടകം. ഇനിയും ഈ വാലിഡിറ്റി കിടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഇനിയും ഇതിന്റെ DOE വന്നത് 5/10/2023 ഈ ഒരു എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 29 മാർക്കായിരുന്നു. ഇതിൽ ആദ്യം വന്ന, അതായത് റിട്ടൺ എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആള് കരസ്ഥമാക്കിയിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 68 മാർക്കായിരുന്നു. ഇനിയും മെയിൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 393 ആയിരുന്നു. അതായത് 393 ഉദ്യോഗാർത്ഥികളുടെ മെയിൻ ലിസ്റ്റ് വരെ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് യാതൊരുവിധ വേക്കൻസിയും ഇല്ലാതെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന രീതിയിൽ നോട്ടിഫൈ ചെയ്തൊരു വേക്കൻസിയിലാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന വേക്കൻസിയിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. നിയമനങ്ങൾ അത്യാവശ്യം നടക്കും. അപ്പം കൃത്യവും ചിട്ടയും കൂടി ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളോടാണ്. അതായത് PWDയിലേക്ക് ലൈൻമാൻ എന്ന് പറയുന്നൊരു തസ്തികയിലെ നോട്ടിഫിക്കേഷന്റെ ശേഷമുള്ള എക്സാം സ്ലോട്ട് ഓൾറെഡി PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ നവംബറിലായിരിക്കും ഇതിന്റെ എക്സാം സ്ലോട്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂട്ടത്തിൽ ഈ ഒരു പഠനത്തിനൊപ്പം തന്നെ കൂട്ടത്തിൽ ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ടൊരു പഠനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ലൈമാൻ എക്സാമിനേഷൻ പഠിക്കുന്നതിനൊപ്പം തന്നെ ഈ വരുന്ന എക്സാമിനേഷൻ കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോഴ്സ് എടുത്ത് ഇനിയുള്ള സമയം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പഠനം മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ PSC മുഖേന ഒരു സംസ്ഥാന സർക്കാരിൽ ഒരു സേഫായ ജോലി എന്ന നിങ്ങളുടെ ലക്ഷ്യം സാധ്യമാക്കാൻ പറ്റും.
അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏണസ്റ്റ് അക്കാഡമിയുടെ ആപ്പായിട്ടുള്ള ബിഗ് ലേണിംഗിൽ ധാരാളം മെറ്റീരിയലുകൾ, ഈ എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. അത് തികച്ചും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ള ലിങ്ക് താഴെ ഉണ്ടാവും, അതുവഴി കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ഒരു സൗജന്യ ടെലിഗ്രാം കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഡെയിലി ക്വിസുകൾ ഉണ്ടാവും, ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ ലൈവായിട്ട് നമുക്ക് തരുന്ന കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ പോലുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇവയെല്ലാം തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി താഴെ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്ക് വഴി കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ എക്സ്പെൻസും ഇല്ലാതെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ ഈ ടെലിഗ്രാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് ശരിയായ ദിശയിൽ പഠിച്ച് എത്രയും പെട്ടെന്ന് ഒരു ജോലി നിങ്ങൾക്ക് കരഗതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. ഗുഡ് ബൈ.